SIR വോട്ടർ പട്ടിക നവംബറിൽ കേരളത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതിലൊരു ആശങ്കയുണ്ടോ? അവിടെയൊക്കെ നടപ്പാക്കിയ സമയത്ത് അല്ല, ആ കാര്യത്തിൽ നമ്മൾ വ്യക്തമായ നിലപാട് സംസ്ഥാന നിയമസഭ തന്നെ ഏകീകണ്ഠനം പാസ്സാക്കിയ ഒരു പ്രമേയം തന്നെ ഉണ്ട്. അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും. ഇപ്പം ഞങ്ങൾ രണ്ടെണ്ണം നടന്നല്ലോ. ഇപ്പം ഞങ്ങൾ ശബരിമല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് തന്നെ ഒന്ന് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നടന്നു, ഒരെണ്ണം പിന്നെ ദർബാർ ഹാളിൽ നടന്നു. ഇനി അടുത്തത് പ്രാദേശികം ഞങ്ങൾ അടുത്ത ദിവസം തൊട്ട് ശബരിമല ഇപ്പോൾ VIP വിസിറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ പുറകെയായിരുന്നു. രാഷ്ട്രപതിയുടെ വരവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് വളരെയേറെ സംതൃപ്തിയുണ്ട്. രാഷ്ട്രപതിയാണെങ്കിൽ പോകുമ്പോൾ വളരെയേറെ സംതൃപ്തി രേഖപ്പെടുത്തി കേരള സന്ദർശനത്തിൽ നമ്മൾ ഒരുക്കിയ മുന്നൊരുക്കങ്ങളും അതുപോലെ വളരെ കെയർഫുള്ളായിരുന്നു എല്ലാ കാര്യങ്ങളും. അതുപോലെ സെക്രട്ടറിയെ പറഞ്ഞു വിട്ടിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ നന്ദി രേഖപ്പെടുത്തിയിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പേ എനിക്കാണ് പ്രത്യേക അനുഭവം എന്ന് പറഞ്ഞാൽ 4 ദിവസം രാഷ്ട്രപതിയോടൊപ്പം സഹിച്ച ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരനുഭവവും അവിസ്മരണീയ മുഹൂർത്തങ്ങളും. പ്രത്യേകിച്ച് ഈ രാഷ്ട്രപതിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞിടത്തോളം വളരെ ലാളിത്യമാർന്ന ജീവിതശൈലിയും ഉന്നതമായ ചിന്തകളും അതോടൊപ്പം തന്നെ അവരുടെ മാതൃസഹജമായ സ്നേഹവാത്സല്യങ്ങളും. ഞാനതിൽ ഏറ്റവും ആസ്വദിച്ചത് കുട്ടികൾ വഴി നിൽക്കുമ്പോൾ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് രാഷ്ട്രപതി അവിടെ ഇറങ്ങി അവരുടെ പൂക്കളൊക്കെ വാങ്ങി അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുകയും ചെയ്യുന്ന രംഗം. അപ്പോൾ അതിലൊരു സന്തോഷം ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു ഇങ്ങനെ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നം. അപ്പോൾ ഒരു നാളെയുടെ വാഗ്ദാനങ്ങളാണ് അവരാണ് നമ്മുടെ കരുത്ത് എന്ന രൂപത്തിൽ അവരുടെ മറുപടിയുണ്ട് വളരെ മനോഹരമായി. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രപതി കുമരകത്തിറങ്ങി, അതുപോലെ ഇല്ലിക്കലിറങ്ങി. അപ്പോൾ ഇന്നലെ എൻ്റെ കോൺസ്റ്റിറ്റ്യുൻസി തന്നെ ആയിരുന്നുകൊണ്ട് ഞാൻ അവിടെ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഈ കോൺസ്റ്റിറ്റ്യുൻസി 2 ഘട്ടങ്ങളിലായി ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. കുമരവും അതുപോലെ തന്നെ തിരുവാർപ്പും. അപ്പോൾ അത് പിന്നെ ഗവർണറും നല്ല രൂപത്തിൽ അഭിപ്രായം പറഞ്ഞു, രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതിയുടെ സെക്രട്ടറി പോകാൻ സമയത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തി. ഈ ഇത്രയേറെ ശ്രദ്ധയോടുകൂടി കേരളം രാഷ്ട്രപതിയുടെ VIP വിസിറ്റ് കൈകാര്യം ചെയ്തതിൽ പ്രത്യേകമായ അഭിനന്ദനം എല്ലാവരെയും അറിയിക്കണം, നിങ്ങളുടെ അഭിനന്ദനം തിരിച്ചറിയിക്കുമെന്ന കാര്യം പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റോളം അദ്ദേഹം ഓരോ സന്ദർഭവും ശബരിമലത്തേത്, ശിവഗിരിയിലേത്, സെൻറ്റ് തോമസ് കോളേജിൽ, സെൻറ്റ് തെരേസാസ് കോളേജിൽ, പിന്നെ മുൻ രാഷ്ട്രപതിയുടെ പ്രതിമാനാച്ഛാദനം, ഈ പരിപാടിയെല്ലാം പങ്കെടുത്തതിന് ശേഷം ഒപ്പം കേരളത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ, ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ മുൻ രാഷ്ട്രപതിയെക്കുറിച്ച് സൂചിപ്പിച്ചു, നമ്മുടെ PN പണിക്കരെക്കുറിച്ച് സൂചിപ്പിച്ചു, അതുപോലെ ജസ്റ്റിസ് ബാലകൃഷ്ണനെക്കുറിച്ച് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ശിവഗിരിയിലെത്തിയപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ വീക്ഷണം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അങ്ങനെ എല്ലാ നിലയിലും കേരളത്തെ ഇന്ത്യക്ക് വിവിധ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന രൂപത്തിൽ മികവാർന്ന രൂപത്തിലേക്ക് മുന്നോട്ട് വരുന്നു എന്ന രൂപത്തിൽ തന്നെ കേരളത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള സംഭാഷണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന്. ആ സന്ദർഭത്തിൽ നമ്മളും അതേറെ ആസ്വദിച്ചു. കാരണം എല്ലാ രംഗങ്ങളിലും വളരെ വിനയമാർന്ന അവരുടെ പെരുമാറ്റവും വശ്യമനോഹരമായ പെരുമാറ്റം, ലാളിത്യമാർന്ന ജീവിതശൈലി, ഒപ്പം ഇപ്പോൾ നമ്മുടെ കൂടെ കൂടുമ്പോൾ എല്ലാ അർത്ഥത്തിലും സൗഹൃദം പങ്കിടാൻ തയ്യാറാകുന്നു. അപ്പം കുട്ടികളോട് കാണിച്ച സ്നേഹവാത്സല്യം മാതൃസഹജമായ സ്നേഹവാത്സല്യമായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് നമുക്ക് വളരെ ഹൃദ്യമായി തോന്നി. പിന്നെ ഈ 3 ദിവസം എല്ലാ അർത്ഥത്തിലും കേരളീയ ജീവിതത്തോടും എൻ്റെ സംസ്കാരത്തോടും യോജിച്ചു. പിന്നെ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന രൂപത്തിലും വ്യത്യസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം അനുഭവപ്പെട്ടു എന്ന രൂപത്തിലും അത് മുഖ്യമന്ത്രി ചോദിച്ചപ്പോഴും പറഞ്ഞു വളരെ ഭംഗിയായി ഫലപ്രദമായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ കാര്യങ്ങളെല്ലാം നടന്നു. അപ്പോൾ ഏറ്റവും ആദ്യം അയ്യപ്പനെ ദർശിച്ചു, അതിനുശേഷം മറ്റേ മാളിയപ്പുറത്ത് പോയി, പിന്നെ ഉപക്ഷേത്രങ്ങളിൽ പോയി, ഏറ്റവും അവസാനം വാവര് നടയിൽ വന്ന് വണങ്ങി അവരുടെ ഒഴുക്കിൽ അനുഗ്രഹവും വാങ്ങിയാണ് അവിടുന്ന് പിരിഞ്ഞത്. അങ്ങനെ എല്ലാ നിലയിലും മതസൗഹാർദ്ദത്തിൻ്റെ ഉന്നതമായൊരു സങ്കേതത്തിനും കൂടി വിശേഷിപ്പിച്ചുകൊണ്ടുമുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്കേറെ അഭിമാനകരമായി. രാഷ്ട്രപതിയുടെ സന്ദർശനം എന്തുകൊണ്ടും കേരളം അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചു. എല്ലാ അർത്ഥത്തിലും കേരളത്തെ ഇഷ്ടപ്പെടുകയും കേരളത്തിലെ ജനങ്ങളോട് അതറിയിക്കുകയും ചെയ്യുന്ന പ്രതികരണം രേഖപ്പെടുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ.